ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാവരോടും ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ഇതിൻ്റെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കോർപ്പറേഷൻ അധികാരികളും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ അധികാരികളും ഒരുപോലെ കുറ്റക്കാരാണ് ഈ വിഷയത്തിൽ. കാരണം ഇത്ര വലിയ ഒരു ഗൗരവമായ ഒരു വിഷയം അവർക്ക് വളരെ തുച്ഛമായ പൈസക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മലിനീകരണ സംവിധാനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അധികൃതരോട് സംസാരിച്ച് അവരെ നിർത്താൻ കഴിയുള്ള ശേഷി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അവരുടെ വിഷയങ്ങളിൽ ആരും ഇടപെടുന്നില്ല, ഒരു വാർത്ത പോലും വരുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിലെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതും മൂടിപ്പോയനെ എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും പ്രദേശവാസികൾ പറയുന്നത് ഇതിനിപ്പോൾ ശാശ്വത പരിഹാരം വേണം. മസ്റ്റായിട്ട് ശാശ്വത പരിഹാരം നമുക്ക് വേണം. ഇതിനകത്ത് നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു സ്മൃതി, അതായത് ഇത്തരമൊരു സ്ഥാപനം അടച്ചുപൂട്ടണം എന്നൊരു നിലപാടൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടത്തണം. കാരണം അടുത്തുള്ളവർ താമസിക്കുന്നവരാണ്. അത് തന്നെയല്ലേ അല്ലേ നമ്മുടെ ഉദ്ദേശം. ഈ സ്ഥാപനം നടന്നുകൊണ്ട് പോട്ടെ, ഇവിടെ മാലിന്യം വരാൻ പാടില്ല, ഈ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഈ വെള്ളം കെട്ടി നിന്ന് നാറ്റം ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പുറത്തും ഇപ്പുറത്തും കൊച്ചു കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, കൊക്കു രോഗം പോലത്തെയും അല്ലാതെ ശരീരത്തിൽ സ്കിന്നിൽ മറ്റുള്ള ചൊറിച്ചിലും കൊതു കയറി വന്ന് കടിച്ചുള്ള പ്രശ്നങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടും പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ഞങ്ങൾ ഒരു 11 മാസത്തിന് മുമ്പ് ഒരു കഴിഞ്ഞ നോമ്പ് തുടക്കത്തിൽ വന്ന ആദ്യം ഇതിനേക്കാൾ സൂചന അവസ്ഥയായിരുന്നു. അന്ന് ഇതേപോലെ പറഞ്ഞപ്പോൾ ഇവർ ഉടനെ തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഡ്രെയിനേജ് മറ്റേ വണ്ടിയെ കൊണ്ടുവന്ന് വെള്ളം എടുത്ത് മാറ്റാം, വേറെ ടാങ്ക് ഉണ്ടാക്കാം, അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ഒരു 4 ദിവസം അപ്പോൾ ഇതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ നേരത്തെ ലൈവായിട്ട് എടുത്ത് കാണിച്ചല്ലോ, മണ്ണിട്ടേക്കണം. ആ മണ്ണിട്ട ഭാഗത്ത് മണ്ണിട്ട ഭാഗം എന്ന് വെച്ചാൽ ആ ഭാഗം അത്രയും വേസ്റ്റായിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു പുഴ പോലെ കിടപ്പുണ്ടെങ്കിൽ അറ്റത്ത് വേസ്റ്റ്, ആ വേസ്റ്റ് അവിടെ കെട്ടി നിന്നാണ് നാട്ടിൽ. ഇത് പ്രത്യേകിച്ച് ഈ ഡ്രെയിനേജ് വെള്ളമല്ല. ഈ സമയം ഇവിടെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കണം, അത് ഭയങ്കര സ്മെല്ലുമാണ്. ഈ വെള്ളം പെട്ടെന്ന് നശിച്ച് പോവുകയില്ല. അതിന് തൊട്ടടുത്ത് മതൻ്റെ അവിടെ, ആ മതൻ്റെ അവിടെ ഞാൻ താമസിക്കുന്നത്. നമ്മൾ 4 മാസം മുമ്പ് പറഞ്ഞ് നമ്മൾ 2-3 പേര് പറയുമ്പോൾ അവർ നമ്മളെ അവർ ചെവിക്കൊള്ളു, അവർ ആറ്റ പറയാൻ. അങ്ങനെയാണ് ഈ ജന സംസാരിച്ചത്. ഈ തൊട്ടടുത്ത വീടിൻ്റെ ആളാണ് സാറേ. ഇതിന് മുമ്പ് ഒരു 4 വർഷത്തിന് മുമ്പ് ഇവിടെ ഫുഡിൻ്റെ പ്രോഗ്രാം ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നതാണ്. കാരണം അൽസാജ് എന്ന് പറഞ്ഞ് അവിടെ ഫ്ലൈറ്റ് കിച്ചൺ, സാജൻ വർഗീസിൻ്റെത് അൽസാജ് ഫ്ലൈറ്റ് കിച്ചൺ, അവിടത്തേക്ക് ഈ ഫുഡെല്ലാം ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോയതെല്ലാം ഇവിടെയാണ്. ഇത്ര 100, 200, 500 പേർക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ആർക്കും, ഇവിടെ പരിസരവാസികൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നില്ല. ഞങ്ങൾ ഈ പരിസരവാസികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഒരു ഈച്ച പോലും കടക്കാനില്ല, ഞങ്ങൾ ഇതിനകത്ത് ഉള്ളിൽ കയറിയിട്ടുമില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടുമില്ല, ഒരു പ്രശ്നമില്ലാതെ പോയാണ്. ഇപ്പം ഈ ഇവർ വന്ന് ഈ അടുത്തതിന് ശേഷമാണ് ഈ 1 വർഷം കൊണ്ടുള്ള പ്രശ്നം. ഇതിലെല്ലാം ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചേട്ടൻ്റെ കുട്ടി ഇന്നലെ രാത്രി 2 മണിയായപ്പോഴത്തേക്ക് ശ്വാസം മുട്ട കൂടി പരുത്തിക്കുഴി കൊണ്ടുപോയിട്ട് അവിടെ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റാണ്. സ്മെല്ല് മാത്രമല്ല സാറേ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് ഈ സ്മെല്ല് വരുന്നതാണ്. സാർ കണ്ടല്ലോ ഇവിടുത്തെ വൃത്തിഹീനമായിട്ടുള്ള ഈ കാര്യങ്ങൾ. ഈ ഫുഡ് സേഫ്റ്റി അതിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്താണെന്ന് നമ്മളങ്ങോട്ട് കടന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മൾ പരിസരവാസി ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഗോഡൗൺ പ്രവർത്തിക്കുക ചെയ്യണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ രാമചന്ദ്രൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസം. ഞങ്ങൾക്കൊരു ലാൻഡ് മാർക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം വന്നാൽ ഞങ്ങൾക്ക് സന്തോഷത്തിലാണ്. ഞങ്ങളെല്ലാം സന്തോഷം. എന്താ നേരത്തെ നമ്മൾ സംസാരിച്ചാണല്ലോ, അതായത് എൻ്റെ അനിയനും ഇന്ന് രാവിലെ എൻ്റെ അനിയനും പനിയൊക്കെ ആയിട്ട് എൻ്റെ അനിയനും ശ്വാസം മുട്ടലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സ്മെല്ലില്ലാണ്ടാവണം അല്ലേ? ഈ സ്മെല്ലില്ലാതാവണം. ഇപ്പോൾ ഈ പുഴ പോലെ ഇരിക്കുകയാണ് ഇവിടെ, ഫുള്ളും പുഴയായിട്ട് നാറ്റം കാരണം സഹിക്കാൻ വയ്യ. പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കാം അല്ലേ? പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഗോഡൗൺ പ്രവർത്തിച്ചോട്ടെ. അവർ എന്തുവാണ് ഇതിന് മുമ്പേ ഇവർ പോയെന്നാൽ അടുത്ത ഗോഡൗണായിട്ടാണ്. അല്ല ഈ സ്ഥാപനം ഇവിടെ നിന്ന് പൊളിച്ചോണ്ടെന്ന് പോകും. ഞാനിവിടെ ഉള്ളതല്ല, ഞാൻ കുടുംബശ്രീ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ശംഖുമുഖത്താണ് താമസിക്കുന്നത്. പക്ഷെ ഞാനിപ്പോഴും ഇവിടെ വന്നിടത്തോളം ഞാൻ കണ്ട സ്ഥിതിക്ക് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം വള്ളക്കടവിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ പാചകശാലകളുള്ള ദുരിതമാണ് ജനം അനുഭവിക്കുന്നത്. പ്രദേശത്തെ 20ഓളം വീടുകൾക്ക് മുന്നിലേക്ക് ഇവിടെ നിന്നും മാലിന്യജലം ഒഴുക്കുകയാണ്. കക്കൂസ് മാലിന്യവും ഇവിടെ നിന്ന് എത്തുന്നുണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇവിടുത്തെ പാചകശാല പൂട്ടണമെന്ന് നേരത്തെ തന്നെ ആരോഗ്യ വിഭാഗം 6 മാസം മുൻപ് നോട്ടീസ് നൽകിയിട്ടും അത് ടെക്സ്റ്റൈൽസ് ഉടമകൾ കേട്ടിരുന്നില്ല. ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. അവിടേക്ക് കൗൺസിലർ എത്തി പാചകശാല
പൂട്ടിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അവിടെ CITU തൊഴിലാളികൾ ഗോഡൌൺ പൂട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർത്തുന്നുണ്ട്. 10,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല, ആ പാചകശാല അതിൻ്റെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പുറത്തേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണതാണ് നാട്ടുകാർക്കൊപ്പം നിന്ന് റിപ്പോർട്ടറും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്.